ഞാൻ ആദ്യം ആസ്വദിക്കണം, എനിക്കിഷ്ടപ്പെടണം. എനിക്കിഷ്ടപ്പെട്ടാലേ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റൂ. തൃപ്തിയാകുന്നിടം വരേക്കും അത് നന്നാക്കാൻ ശ്രമിക്കും. എല്ലാ മ്യൂസിക് ഡയറക്ടറുടെ പടിവാതിലും ഒരുപാട് കയറി ഇറങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോഴാണ് ദാസേട്ടൻ പറഞ്ഞത്, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, ഇതൊന്നും ശരി നടക്കില്ല, എന്തുകൊണ്ട് നിനക്ക് മ്യൂസിക് ചെയ്തുകൂടാ? പാട്ടിന് ചാൻസ് തരുന്നില്ല ആരും, ഒരു പാട്ട് പാടാൻ. പിന്നെയാണ് മ്യൂസിക് ഡയറക്ഷന് ചാൻസ് തരാൻ പോകുന്നത്. നന്നായി ചെയ്യുമോ? ആദ്യം ഉണ്ടായിരുന്ന ബന്ധം കൂടുതൽ വളർന്ന് സ്ട്രോങ് ആയി, ഒരു മാനസികമായിട്ട് അടുപ്പം. ഈ ദാസേട്ടനെ ഇങ്ങനെ കൊണ്ട് ഭയങ്കര ഉത്സാഹമാണ്. ദാസേട്ടനെ പണ്ടത്തെ പോലെ ഒന്നും പാടാൻ പറ്റുന്നില്ല, ഇപ്പൊ അങ്ങോട്ട് ശബ്ദം ഇതൊക്കെ വരും, അങ്ങനെ ഒന്ന് കേട്ടാൽ മതി. പിന്നെ രവിയേട്ടന് ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ 17ാമത്തെ വയസ്സിലാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. അന്ന് എനിക്കൊരു വാക്ക് തന്നിരുന്നു, എന്ന് ഞാൻ കൂടി ഉണ്ടാവും എന്നുള്ളൊരു വാക്ക്. പുറത്തുള്ള എല്ലാവർക്കും സംഗീത സംവിധാനം രവീന്ദ്രൻ മാഷിനെ അറിയാവുള്ളൂ. അവസാനം വരേക്കും ആ പ്രോമിസ് നിലനിർത്താൻ മാഷിന് കഴിഞ്ഞു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതം, അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. അന്നത്തെ ഒരു ഡയറക്ടർ രവീന്ദ്രൻ മാഷിൻ്റെ അടുത്ത് വന്നിട്ട് ലജ്ജാവതിയെ പോലെ ഒരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ലജ്ജാവതിയെ ചെയ്യാൻ ആളുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈൽ. മാഷ് ഒരിക്കലും സംഗീതത്തിനെ കുറ്റം പറയില്ല, ഏത് സംഗീതം തന്നെയാണെന്നാണ് പറയാം. എന്നോട് വന്നിട്ട് അതേപോലെ ചെയ്യണമെന്ന് പറയാൻ എന്ത് ധൈര്യം ഉണ്ടാവണം? ഞാൻ ഇനി പടം ചെയ്യുന്നില്ല, സിനിമ ചെയ്യുന്നില്ല. അതൊരു അറം പറ്റിയ വാക്കാണ്. അടുത്തല്ല ഒട്ടരി നറുക്കുമല്ലത് നമുക്ക് വീണെങ്കിൽ കരിമ്പങ്കാല കള്ള് ഷാപ്പ് വിലക്കെടുക്കുന്ന പാടുന്നു. അന്ന് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയമാണ്. ചേട്ടൻ്റെ കല്യാണം കഴിച്ചിട്ടില്ല, കഴിക്കാൻ തൊട്ടു. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ ദൈവം മറ്റു തൊഴിൽ ഏൽപ്പിച്ചു, കിട്ടിയ തൊഴിൽ ഭംഗിയായിട്ട് ചെയ്യുക. ദാസേട്ടൻ നല്ല ഹീറോ ആണല്ലോ, ഹീറോയ്ക്ക് വേണ്ടി മോഹൻലാലിന് വേണ്ടി പാടുകയാണ്. വെറുവ് വരണം പാട്ടിനകത്ത്, അഹങ്കാരം വരണം. അപ്പൊ മോഹൻലാലാണ് പറഞ്ഞത്, രവിയേട്ട ഇത് രവിയേട്ടനെ പാടാൻ പറ്റുള്ളൂ, ഈ ധിക്കാരൻ രവിയേട്ടനെ വരുള്ളൂ എന്നാണ്. പക്ഷെ കാരണം രവിയേട്ടന് ധിക്കാരി എന്നൊരു പേരുണ്ട് ഫീൽഡിൽ, ആ ധിക്കാരൻ രവിയേട്ടനെ വരുള്ളൂ. ഞാൻ ഇനി കച്ചേരി ചെയ്യാൻ പോകണം അടുത്ത വർഷം തൊട്ട് എന്നും പറഞ്ഞിട്ടാണ് പോയിട്ടൊരു തമ്പൂര് വെക്കുന്നത്. തമ്പൂര് കയ്യിലില്ലായിരുന്നു. ഈ സമയത്താണ് മാഷിനൊരു ചെറിയൊരു അസഹ്യത ഉണ്ടായിരുന്നു. ഡോക്ടർ എന്നോട് ചോദിച്ചു, ഈ മനുഷ്യന് യാതൊരു പ്രശ്നമില്ല, വീട്ടിൽ വന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. ഒന്ന് വിളി ശോഭയെന്ന് ഒരു വിളിക്കുകയും ശരി, ആൾ തിരിയുന്നത് എത്ര പെട്ടെന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ അറിയുന്നുണ്ടോ ഇതുവല്ലോ? ശരിക്കും തളർന്നു പോയി. രവീന്ദ്രൻ മാഷ് മാത്രമായിരുന്നു ലൈഫിൽ എല്ലാ തരത്തിലും, ലോകം അതായിരുന്നു. ഞാൻ എൻ്റെ മക്കളെ ഒന്നും കണ്ടിട്ടേ ഇല്ല, എപ്പോഴും എൻ്റെ കണ്ണിലേ കാണുന്നില്ല. ശൂന്യതാണ്, ഞാൻ ചുറ്റിന് ആരുമില്ല, രവേട്ടനില്ല, അതുകൊണ്ട് ഞാൻ ആരുമില്ല. സൈന സൗത്ത് പ്ലസിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ കൂടെയുള്ളത് ശോഭന രവീന്ദ്രൻ. സ്വാഗതം മാം. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. മാഷിൻ്റെ ഓർമ്മകളിൽ ഒരു 20 വർഷം കടന്നുപോയി അല്ലേ? ആ ഒരു തുടക്കകാലത്തെ പറ്റി മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എല്ലാവരെയും പോലെ തന്നെ ആദ്യത്തെ 1-2 വർഷങ്ങൾ കടന്നു പോവുക എന്ന് പറയുമ്പോൾ. പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവർക്കും ആ ഒരു വേദനയെ, വേർപാടിനെയൊക്കെ നമ്മൾ ശക്തിയാക്കി മാറ്റാറുണ്ട്. ആ ഒരു കടന്നുപോയ ആൾക്ക് വേണ്ടി ചെയ്യാൻ ബാക്കിയുള്ളത് ചെയ്യുക എന്നുള്ള തീരുമാനം എടുക്കാറുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാം വളരെ ശക്തിയോടെ സ്വന്തം ജീവിതമായി മുന്നോട്ട് പോകുന്ന ഒരു ഫേസിലാണുള്ളത്. എങ്ങനെ ആ ഒരു ഫേസിലേക്ക് കടന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും? ദൈവമാണ് നിശ്ചയിക്കുന്നത് നമ്മൾ എങ്ങനെയൊക്കെ ആയിത്തീരണം എന്നൊക്കെ. കൂട്ടിച്ചേർക്കുന്നതും ദൈവമാണ്, വേർപിരിക്കുന്നതും ദൈവമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും മനുഷ്യന് ഈ കൂടിച്ചേരുമ്പോൾ സന്തോഷമാണ്, പക്ഷെ വേർപിരിയൽ ഒരിക്കലും താങ്ങാനാവില്ല അല്ലേ? അതാണ് വാസ്തവം. ലോകത്തെങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുഃഖം. അത് കൂടിച്ചേർന്ന് കുറേ കാലങ്ങൾ നമ്മൾ ഒരുമിച്ച് ജീവിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളും ഒരുമിച്ച് പങ്കിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പങ്കിട്ട് ജീവിക്കുന്ന ഒരു പങ്കാളി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്നത് എൻ്റെ 17ാമത്തെ വയസ്സിലാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. അന്ന് എനിക്കൊരു വാക്ക് തന്നിരുന്നു, എന്ന് ഞാൻ കൂടി ഉണ്ടാവും എന്നുള്ളൊരു വാക്ക്. എല്ലാവരും കൊടുക്കുന്ന വാക്കാണ്. നമുക്ക് അന്ന് നമ്മൾ ചിന്തിക്കില്ല എന്നും ആർക്കും കൂടി ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ള കാര്യം ചിന്തിക്കില്ല. പക്ഷേ എനിക്ക് വാക്ക് തന്നു, എനിക്ക് എൻ്റെ അച്ഛൻ ഞാനാണ്, എൻ്റെ സഹോദരൻ ഞാനാണ്, എൻ്റെ ബന്ധു ഞാൻ, എല്ലാം ഞാനാണ് എന്നുള്ളൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന അതേപോലെ ഈ സ്നേഹം എന്നുണ്ടാവുമെന്ന് പറഞ്ഞു. എനിക്കത് അവസാനം വരെ കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ. അവസാനം വരേക്കും ആ പ്രോമിസ് നിലനിർത്താൻ മാഷിന് കഴിഞ്ഞു.
സ്നേഹമാണ് ഇതിനെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നതെന്ന് ചെന്നു. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയും ശരി, ഇപ്പം നമുക്ക് പുറത്തുള്ള എല്ലാവർക്കും സംഗീത സംവിധാനം രവീന്ദ്രൻ മാഷിനെ അറിയാവുള്ളൂ. അദ്ദേഹം ചെയ്ത പാട്ടുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ സംഗീതം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ശുദ്ധ സംഗീതം എന്ന് പറയും. ഞാൻ എല്ലായിടവും പറയും എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതം അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു, യാതൊരു കള്ളവും കപടവും ഇല്ലാത്ത. എല്ലാവരും എപ്പോഴും പറയാറുണ്ട് 6 അടി പൊക്കമുണ്ട്, ഇത്രയും വളർന്ന ശരീരമാണെങ്കിലും ശരി, ഇതിനകത്ത് മനസ്സെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശുദ്ധമാണ്. ജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു എന്ന് പറയും. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ധാരാളം. പ്രത്യേകിച്ച് തുടക്കത്തിലൊക്കെ വളരെ വളരെ ഞങ്ങൾ ബുദ്ധിമുട്ടിയതാണ്. സാമ്പത്തികമായിട്ട് പല രീതിയിലും പല ബുദ്ധിമുട്ടുകൾ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ബുദ്ധിമുട്ടുകളിനിടയിലും ഞങ്ങൾ തങ്ങളിൽ വളരെ ചർച്ചയോട് കൂടിയിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ശരി ഒരുമിച്ച് അനുഭവിച്ച് ജീവിച്ചവരാണ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു ശൂന്യത ഉണ്ടല്ലോ, നമുക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അന്ന് എൻ്റെ മക്കൾ വലിയ മക്കളായി, എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് മക്കൾ വലിയ കുട്ടികളായി. അപ്പം നോക്കുമ്പോൾ 3 മക്കൾ വലിയ വളർന്ന മക്കളുണ്ട്, ഇത്രയും വർഷത്തെ ഇതുണ്ട്, ജീവിതമുണ്ട്, 31 വർഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അനുഭവം ഉണ്ടല്ലോ, ഇനി നമ്മളത് കൊണ്ടുപോയിക്കോളൂ എന്നുള്ള ധാരണയാണ് എല്ലാവർക്കും. എന്തായാലും ദുഃഖിക്കാനുള്ളത് അത്ര എല്ലാം സംഭവിക്കുന്നതല്ലേ, സാധാരണ സംഭവമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ശരി അതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു, ഒരു വലിയ ആഘാതം തന്നെയായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല മാഷിനൊരു അസുഖം വന്ന് കിടക്കുമോ. അതെൻ്റെ ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഈ 60 വയസ്സിൽ ഒരു ദിവസം പോലും ആസ്പത്രി കിടക്കാത്തൊരാണ് മാഷ്. ഒരു ദിവസം പോലും കിടന്നിട്ടില്ല മാഷ്, ആസ്പത്രിയിൽ കിടന്നില്ല. കാരണം മാഷിന് ഒരിക്കലും അങ്ങനത്തെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല, അങ്ങനത്തൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു എന്നാലോ എല്ലാ രീതിയിലുള്ള സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു താനും. പക്ഷെ എന്നിട്ടും അങ്ങനത്തെ ഒരു ഇതാണ് കൊണ്ടുപോയത്. ഈ 61-ാമത്തെ വയസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കില്ലല്ലോ ഇങ്ങനെ ഒരു അസുഖം ഇല്ലാത്ത ഒരാൾ എങ്ങനെ പെട്ടെന്ന് പോകും. 60-ാമത്തെ വയസ്സിൽ 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് രവീന്ദ്രൻ മാഷിൻ്റെ 25-ാം വർഷം ഫീൽഡിൽ വന്നിരുന്നുണ്ട്. അപ്പോൾ അത് നന്നിട്ട് ആഘോഷിക്കണം സിനിമാക്കാരൊക്കെ പറഞ്ഞു. രണ്ടും പറഞ്ഞു ഇല്ല, കൊട്ടിഘോഷിക്കണ്ട, 60 വയസ്സായതും അറിയണ്ട, അതുപോലെ 25 വർഷമായിരുന്നു. ഞങ്ങൾ ഗുരുവായൂരായിരുന്നു, തലേനാളിലെ ഗുരുവായൂർ പോയി ഫുൾ ടൈം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് രാവിലെ തൊട്ട് അവിടെ തന്നെ ഉച്ചയ്ക്ക് പ്രസാദ കൂട്ടിൽ പങ്കെടുത്ത് ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിനുശേഷം വന്നിട്ട് ഇപ്പോൾ 60 വയസ്സിൽ അപ്പോൾ നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുകയാണ്. യാതൊരു ഷുഗറില്ല, കൊളസ്ട്രോളില്ല, അങ്ങനത്തെ യാതൊരു അസുഖവും ഇല്ല, ഒന്നുമില്ലായിരിക്കുകയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല. പക്ഷേ ആ സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്താണ് വടക്കുന്നാഥൻ പടം റിലീസ് ചെയ്യില്ല, ഓഡിയോ റിലീസ് ചെയ്യും. ആ ഒരു ജനുവരിയിൽ, 2005 ജനുവരിയിലാണ് ശരി പടം റിലീസ് ചെയ്യുന്നത്, 2004. ആ റിലീസ് ചെയ്യുന്ന സമയത്ത് പടം നന്നായിട്ട് പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്ന സമയത്താണ്, ഒരേ സമയത്താണ് മറ്റേ ലജ്ജാവതി എന്നുള്ള പാട്ടൊക്കെ. അപ്പോൾ ഒരുപാട് പേരും ശരി പറയാൻ തുടങ്ങി, ട്രെൻഡൊക്കെ മാറി തുടങ്ങി, ഒപ്പം നമ്മുടെ മാഷിൻ്റെ പാട്ട് നല്ലപോലെ ഹിറ്റാണ്, മറ്റൊരു പോകുന്നു. പക്ഷെ പലരും ഇങ്ങനെ പറയാൻ തുടങ്ങി. പക്ഷെ പറഞ്ഞത് മാത്രമല്ല, അന്നത്തെ ഒരു ഡയറക്ടർ രവീന്ദ്രൻ മാഷിൻ്റെ അടുത്ത് വന്നിട്ട് ലജ്ജാവതിയെ പോലെ ഒരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് മാഷിനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ കാര്യം. പക്ഷെ മാഷ് തുടക്കം മുതൽ ചെയ്തിട്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു പാട്ട് ചെയ്തിട്ടില്ല. അപ്പം മാഷ് പറഞ്ഞത് ലജ്ജാവതി ചെയ്യാൻ ആളുണ്ട്, ഓൾറെഡി മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, അവരുടെ സ്റ്റൈലിൽ ചെയ്യുന്നു. മാഷ് ഒരിക്കലും സംഗീതത്തിനെ കുറ്റം പറയില്ല, ഏത് സംഗീതം തന്നെയാണെന്നാണ് പറയുക. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ രീതിയാണ് അതിൽ ചെയ്തു. എനിക്ക് എൻ്റേതായിട്ടുള്ള സ്റ്റൈലാണ്, ഞാൻ അതേ ചെയ്യുള്ളൂ. എന്നോട് വന്നിട്ട് അതേപോലെ ചെയ്യണമെന്ന് പറയാൻ എന്ത് ധൈര്യം ഉണ്ടാവണം. പക്ഷെ എന്നോട് പറഞ്ഞു, അത് അവർ പോയി കഴിഞ്ഞ് അവരെ ഓടിച്ചു വിട്ടു. എന്നിട്ട് പക്ഷെ എന്നോട് പറഞ്ഞു എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് വന്നിട്ട് എനിക്ക് അതുപോലെ ഞാൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇനി എന്നെ ആൾക്കാർ ഇങ്ങനെ യൂസ് ചെയ്യും, ഇനി എന്നോട് ആൾക്കാർ ഇങ്ങനെ പറയാൻ ശ്രമിക്കും, ഈ ട്രെൻഡൊക്കെ മാറി വരുന്നത് പറയുന്നത് വാസ്തവമായിരിക്കും. പിന്നെ ഇങ്ങനെ ഞാൻ ഇനി പടം ചെയ്യുന്നില്ല, സിനിമ ചെയ്യുന്നില്ല. അതൊരു അറമ്പറ്റിയ വാക്കായിരുന്നു. മാഷ് പിന്നെ പടം ചെയ്തില്ല. അറാന്നുപുരാണ് അല്ല, ഈ വടക്കുന്നാഥനാണ് മാഷിൻ്റെ അവസാന പടം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോയിട്ട് ഞാൻ ഇനി കച്ചേരി ചെയ്യാൻ പോകണം അടുത്ത വർഷം തൊട്ട് എന്നും പറഞ്ഞിട്ടാണ് പോയിട്ടൊരു തമ്പൂര് വെക്കുന്നത്. തമ്പൂര് കയ്യിലില്ലായിരുന്നു. പഴയ തമ്പൂര് മാസ്റ്റർ കൊടുത്തിട്ട് മക്കളുടെ മാസ്റ്റർ കൊടുത്തു. അപ്പോൾ അത് വെച്ചിട്ട് തമ്പൂരൊക്കെ പോയി വാങ്ങിച്ചതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ഈ സമയത്താണ് മാഷിനൊരു ചെറിയൊരു അസഹ്യത ഉണ്ടായിരുന്നു, ചെറിയൊരു പൈൽസിൻ്റെ ചെറിയൊരിതുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയത്, അമൃത ഹോസ്പിറ്റലിൽ പോയി. എന്ന് വെച്ചാൽ ഇരുന്ന് കച്ചേരി ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഇത് വേണമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോഴും ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അപ്പോഴും വന്നിട്ട് 2 ദിവസം ഫുൾ ചെക്കപ്പ് ചെയ്ത പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് എന്നാണ് തന്നത്. ഡോക്ടർ എന്നോട് ചോദിച്ചു, ഈ മനുഷ്യന് യാതൊരു പ്രശ്നമില്ല. നമ്മളന്ന് 2 വർഷം ലാസ്റ്റ് നാട്ടിലേക്ക് വന്നിരുന്നു, എറണാകുളത്ത് കലൂർ താമസിച്ചു. അവർക്കൊക്കെ അപ്പോൾ അത് ഇഷ്ടമായിരുന്നില്ല, ഇവിടെ വിട്ട് പോകണ്ട, ചെന്നൈ വിട്ട് പോകണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ ഇനി തിരിച്ചു വന്നു, ഇനി പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ. അപ്പോൾ അവർക്ക് സന്തോഷിച്ചു. അങ്ങനെ സന്തോഷം എല്ലാം പങ്കിട്ടാണ് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു വിളി ശോഭയെന്ന് ഒരു വിളിക്കുകയും ചെയ്ത് ആൾ തിരിഞ്ഞത് എത്ര പെട്ടെന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ അറിയുന്നുണ്ടോ ഇതുവല്ലോ
ഇങ്ങനെ ഒരു മനുഷ്യൻ പോകുന്നുണ്ട്. ഈ മോന് ഈ രാജൻ ഡയറക്ടർ തന്നെ അവനും അച്ഛനും കൂടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനിങ്ങനെ കിച്ചണിൽ വന്നിട്ട് ഒരു ഓട്സ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശരി ഞാൻ അങ്ങനെ അകത്തോട്ടൊന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴാണ് എന്നെ വിളി. ആ വിളിയും തന്നെ ആ ഒരു നിമിഷം ഇങ്ങനെ ഇപ്പം ഞാനെപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും ചോദിക്കും ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത് എങ്ങനെ എപ്പോഴും പേപ്പറിൽ കാണാമല്ലോ, ന്യൂസിൽ കാണാമല്ലോ, കുഴഞ്ഞു വീണ് മരിക്കുന്നത് അങ്ങനെ എപ്പോഴും എവിടെ ചോദിക്കുകയായിരുന്നു. അതെന്നെ കാണിച്ചു തന്നു ഇങ്ങനെയാണോ. എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് താഴോട്ടങ്ങോട്ട് ഇരുന്നു. ആ ഇരുന്നതേ അറിയാവുള്ളൂ. എന്നെയും കൂടെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ പിടിച്ച് താട്ട് ഊർന്ന് വീണത് അത്രേ സമയം എടുത്തുള്ളൂ. അപ്പോൾ അതൊരു മരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും നമുക്ക് സമയം കിട്ടില്ല, ഒന്നുമില്ല. ശരി, അദ്ദേഹം ഒരു വേദന അനുഭവിക്കുക, ഒരു ബുദ്ധിമുട്ടോ ഒന്നും ചെയ്യാതെ ഒരു അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുന്നതാണ് ഒരാളുടെ ഇരുന്നപ്പോൾ എൻ്റെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരാളുടെ മരണത്തെ നോക്കണം. ആ ഒരു സിറ്റുവേഷൻ നിർമ്മിച്ച് ശരിക്കും തളർന്നു പോയി ഇല്ലെന്ന് പറയാനേ പറ്റില്ല. കാരണം ശരി, ഞാൻ അത്രയ്ക്കും ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. രവീന്ദ്രൻ മാഷ് മാത്രമായിരുന്നു ലൈഫിൽ എല്ലാ തരത്തിലും, ലോകം അതായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ശൂന്യമായി, ലോകം ശൂന്യം. എൻ്റെ ഈ മക്കളൊക്കെ ഒന്നും മുന്നേ എനിക്ക് കാണാനേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നെ മക്കളുണ്ടല്ലോ, എല്ലാവരും വളർന്ന മക്കളല്ലേ, മക്കളുണ്ടല്ലോ, പിന്നെ എന്താ അത്ര വിഷമിക്കുന്ന കുറിച്ച്. പക്ഷെ ഞാൻ എൻ്റെ മക്കളെ ഒന്നും കണ്ടിട്ടേ ഇല്ല, എപ്പോഴും എൻ്റെ കണ്ണിലേ കാണുന്നില്ല. ശൂന്യതാണ്, ഞാൻ ചുറ്റിന് ആരുമില്ല, രവേട്ടനില്ലാതുകൊണ്ട് ഞാൻ ആരുമില്ല. അന്നത്തിൻ്റെ ഒറ്റ ചിന്ത മരിക്കണമെന്നായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളങ്ങനെ വിചാരിക്കുന്നത് രവീന്ദ്രമാഷിനില്ലാതെ രവേട്ടനില്ലാതെ പിന്നെ ജീവിതം ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ പിന്നെ ചിന്ത എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ പെട്ടെന്ന് മരിക്കണമെന്ന്. അപ്പോൾ ഞാനിത് റൂം അടച്ചിട്ട് പാട്ട് വയ്ക്കും, പാട്ട് കേട്ടോണ്ടിരിക്കും. കൂടുതൽ പാട്ടും കൂടുതൽ കരച്ചിൽ വരും, കൂടുതൽ സങ്കടം വരും. അപ്പോൾ എൻ്റെ വിചാരം സങ്കടപ്പെട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്നാ അന്നത്തെ വിചാരമാണ്. ഇത് 2006. അപ്പോൾ ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. അതെ, ഈ ആത്മീയതയ്ക്കും ഈ ഇതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ അമ്പലത്തിൽ പോക്കും ഇതിന് വെക്കുന്നുണ്ട്. റിലീജിയൻ എന്ന് പറയുന്നതും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. റിലീജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഇതൊക്കെ വരും, ഈ ആചാരങ്ങളും വഴിപാടുകളും ക്ഷേത്രം പോക്കും. പക്ഷെ സ്പിരിച്വാലിറ്റിക്ക് ഇതൊന്നും ആവശ്യമില്ല. സ്ട്രെയിറ്റ് നമ്മുടെ മൈൻഡും ഗോഡുമായിട്ടുള്ള കണക്ഷനാണ് സ്പിരിച്വാലിറ്റി. അന്നൊന്നും നമുക്കത് അറിയില്ല, ഇതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. അത് എന്താ ഈ സ്പിരിച്വാലിറ്റി, ഇതെന്താണെന്ന് അറിയില്ല. നമുക്കറിയാവുന്നതെല്ലാം ഇത്രയേ ഉള്ളൂ. അങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരു സപ്താഹം കേൾക്കാനാണ് ആദ്യമായിട്ട് എൻ്റെ എൻ്റെ 2 ഫ്രണ്ട്സ് അവിടെ ഉള്ളവർ എന്നെ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്നതുകൊണ്ട് നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയതാണ്. അന്ന് ചെന്നൈയിൽ തന്നെ മഹാലിംഗപുരം എന്നൊരു അമ്പലമുണ്ട്, അവിടെ ഗുരുവായൂരപ്പനും അയ്യപ്പനും ഉണ്ട്. അവിടെ സ്വാമി ഉദിച്ച ധന്യാജി എന്നൊരു ആചാര്യനുണ്ട്. അദ്ദേഹത്തിന് എനിക്കൊന്നും ആരും അറിയില്ല, നമുക്ക് അങ്ങനത്തെ ഫീൽഡ് ആയിട്ടൊരു ബന്ധവുമില്ലല്ലോ, അതുകൊണ്ട് അറിയില്ല. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സപ്താഹം കേട്ടതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറിയത്. ഇതാണ് അവിടെ തുടങ്ങിയതാണ് മറ്റൊരു ലൈഫ്, ഇപ്പോൾ ഉള്ള ലൈഫ്. നമുക്ക് മാഷിന്റെ പാട്ടുകളിലേക്ക് കടക്കുകയാണെങ്കിൽ എല്ലാ ക്രിയേറ്റേഴ്സിനും അവരുടെ ഫേവറേറ്റ്, അവർക്ക് വലിയൊരു ആത്മബന്ധം ഉള്ളത് എന്നൊക്കെ പറയുന്ന പാട്ടുകൾ ഉണ്ടാവും. അങ്ങനെ മാഷ് എല്ലാ കാലവും ഓർത്തിരുന്ന മാഷിന്റെ തന്നെ പാട്ടുകൾ ഏതൊക്കെ? തീർച്ചയായിട്ടും. കാരണം മാഷിന്റെ പാട്ടുകൾ മാഷ് എപ്പോഴും പറയുന്നുണ്ട്, കമ്പോസർ പറയുന്നത് ഞാൻ ആദ്യം ആസ്വദിക്കണം, എനിക്ക് ഇഷ്ടപ്പെടണം. സ്വയം മാഷിന് കമ്പോസ് മാഷിന് അതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടാലേ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്കേ പിടിക്കുന്നില്ലേ പിന്നെ മറ്റുള്ളവർക്ക് പിടിക്കുമോ, അതായിരുന്നു ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഓരോ പാട്ട് ചെയ്യുമ്പോഴും ശരി ആ ഒരു ഇത് മനസ്സിലെപ്പോഴും ഉണ്ടാകും. തൃപ്തി ആകുന്നിടം വരേക്കും അത് നന്നാക്കാൻ ശ്രമിക്കും. അതല്ലേ ശരി, അത് മനസ്സിൽ തൃപ്തി ആകുന്നിടം വരേക്കും. ഒരു പാട്ട് പോലും അല്ലെങ്കിൽ ഇപ്പം ചെറിയ പ്രൊഡ്യൂസറാണ് വലിയ പ്രൊഡ്യൂസറാണെന്ന് അങ്ങനെ വ്യത്യാസമൊന്നും മാഷിനില്ല. ആർക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിലും ശരി അത്ര ഡെഡിക്കേഷനാണ്. അത്ര ഡെഡിക്കേഷൻ കൊണ്ടിട്ട് എൻ്റെ പാട്ടാണ്, എൻ്റെ വർക്കാണ്, അത് മെച്ചമാകണം. ഇത് പിന്നാലെ ഒന്നും മാഷ് നോക്കാറില്ല, എൻ്റെ പാട്ട് മെച്ചപ്പെടണം എന്നുള്ളൊരു ആ ഒരു എപ്പോഴും അങ്ങനത്തെ ഒരു മനസ്സായിരുന്നു മാഷിന് വന്നിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ പടങ്ങളൊക്കെ നമുക്ക് കാണാൻ നല്ല ഹിറ്റ് സോങ്സ് ഉണ്ടാവും. ഒരുപാട് പാട്ടുകൾ ഒരു പട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ കുറേ പടങ്ങളിൽ നല്ല നല്ല പാട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ മാഷിന് ആ ഒരു ഇതിൽ ചെയ്യുള്ളൂ പാട്ട്. അങ്ങനെയായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും എല്ലാവരും അറിയുമ്പോൾ വെച്ചാൽ എനിക്ക് എല്ലാവരും അറിയില്ല, പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം അത്രയ്ക്കും ഡെഡിക്കേഷനായിരുന്നു വർക്കിനോട്, അത്രയ്ക്കും ഒരു വർക്ക്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മാഷിന് ഓൾമോസ്റ്റ് മാഷ് ചെയ്ത പാട്ടുകളെല്ലാം ഇഷ്ടം തന്നെയാണെങ്കിൽ ആദ്യം തന്നെ മാഷിനെ അറിയാം. നമുക്കറിയാം താരകയാണ്, ചൂളയാണ് മാഷിന്റെ ആദ്യത്തെ പടം. ചൂള ആണ് പാടിയിട്ടാണ് തുടങ്ങുന്നത്. അല്ല, മാഷി ശരിക്കും പറഞ്ഞ ഒരു സിംഗറായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് മദ്രാസിൽ പോയതും അതിന് വേണ്ടിയിട്ട് കുറേ ശ്രമിക്കുകയും ചെയ്തു. ആ പാട്ട് പാടാൻ വേണ്ടി എല്ലാ മ്യൂസിക് ഡയറക്ടറുടെ പടിവാതിലും ഒരുപാട് കയറി ഇറങ്ങിയിട്ടുള്ള ആളാണ് അന്ന് വന്നിട്ട് പാട്ടിന് വേണ്ടിയിട്ട്. അത്രയ്ക്കും ക്രൈസ് ആയിരുന്നു പാട്ടിനോട്, സ്നേഹം അതായിരുന്നു. സ്വാതി തിരുനാളിൽ പഠിച്ചതും ഒരു പാട്ടുകാരനാകാൻ വേണ്ടിയിട്ടാണ് പഠിച്ചു നോക്കാം. അങ്ങനെ ഒരുപാട് വാതിലും മുട്ടിയെങ്കിലും മാഷിന് വന്നിട്ട് വേണ്ടത്ര. പക്ഷെ ആദ്യം പാടിയത് വെള്ളിയാഴ്ച എന്നുള്ളൊരു പടത്തിലാണ്. സത്യൻ മാഷിന് വേണ്ടിയിട്ട് ഒരു പാട്ടാണ്, ജാനകിയമ്മയോട് ചേർന്നിട്ടൊരു
ഒരു പാട്ടാണ് പാടിയത്. അന്നത്തെ അല്ലേ, അന്നത്തെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിൽക്കുമ്പോൾ ആ ഫീൽഡിലേക്കൊന്നും അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാഷിന് ആ പാഠം കിട്ടാൻ തന്നെ ദാസേട്ടൻ്റെ വലിയൊരു റെക്കമെൻഡേഷൻ കിട്ടിയ ഒരു പടമാണ് ആദ്യമായിട്ടൊരു മ്യൂസിക് ഡയറക്ടർ ചെയ്യാനുള്ള ഒരു പടം കിട്ടുന്നത്. അപ്പോൾ അതിനകത്തൊരു വാസ്തവത്തിൽ എനിക്കൊന്നും അറിയില്ല, മാഷ് അങ്ങനെ ഒരു ചെയ്യാൻ പോകുന്നതിനൊന്നും നമുക്ക് അറിയില്ല. ഒരു പാട്ട് കേൾക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ശരിക്കും ഒന്നാമത് എനിക്ക് സംഗീതത്തെക്കുറിച്ച് അത്ര അറിയില്ല. അപ്പോൾ അത് കാരണം ശരി എനിക്ക് എന്താ ചെയ്യുമ്പോഴൊന്നും അറിയില്ല. ആ പാട്ട് ചെയ്ത് ആ ഒരു പാട്ട് മാഷിന് ശരിക്കും ഒരു ഹൃദയത്തിൽ തൊടുന്നൊരു പാട്ടാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ടാണ് രാജീവം വിടരും നിൻ വഴിയെന്നുള്ള വെട്ടുമത്തായി. അതെന്തായിട്ട് പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടേന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അധികം ക്ലാസിക്കൽ സോങ്ങിനേക്കായി എനിക്കിഷ്ടം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പാട്ടുകൾ. നമുക്കത് ആസ്വാദന കുറവുകൊണ്ടാണ്, ആസ്വാദനിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് ആ ക്ലാസിക്കൽ മ്യൂസിക് അറിയാത്തത് കാരണം അതിൻ്റെ കൂടുതൽ ഡെപ്ത് നമുക്ക് അറിയില്ല. കുറച്ച് ലൈറ്റ് മ്യൂസിക് നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യണം. അത് മാത്രമല്ല ഇതിന് കാരണം ഇപ്പോൾ ഈ കുടുംബജീവിതമൊക്കെ ആകുമ്പോഴേ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവില്ല, സൗന്ദര്യപ്പണൊക്കെ ഉണ്ടാക്കുമല്ലോ. സൗന്ദര്യപ്പണൊക്കെ ഉണ്ടാക്കാൻ ശരി ഭഗവാൻ കൃഷ്ണൻ ഭാഗവത്തിൽ പറയും ഈ കുടുംബ ജീവിതം എന്ന് വെച്ചാൽ ഒരു വിരസത പിടിച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാകുകയാണെങ്കിലാണ് അത് കൂടുതൽ ആസ്വാദ്യകരമാകുകയാണെന്ന് പറയും. അപ്പോൾ അതേപോലെയാണ് ചെറിയ സൗന്ദര്യപ്പണക്കൊക്കെ നമ്മൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ എനിക്ക് വഴക്കുണ്ടാക്കുന്നത് ഇഷ്ടമല്ല, കല എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ശബ്ദിക്കില്ല, ഞാൻ മൗനമാണ് എൻ്റെ ആയുധം. ഞാൻ പിന്നെ മിണ്ടില്ല, അത്രയേ ഉള്ളൂ. അതൊന്നും കാണിക്കണം. അപ്പോൾ ഈ പാട്ട് പാടിയിട്ടാണ് സ്വന്തമായിട്ട് എനിക്ക് മാഷ് പാടുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഏത് പാട്ട് മാഷ് പാടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഞാൻ ഗായകനെയാണ് സ്നേഹിച്ചത്, ഗായകനെയാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് പാട്ടാണ് ഇഷ്ടം, കൂടുതൽ ഇഷ്ടം വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള സമയത്ത് ഈ പാട്ടാണ് ഏറ്റവും കൂടുതൽ എൻ്റെ പുറകെ അത് പാടിയിട്ടുണ്ട്, സ്വയമായിട്ട് പാട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എന്നും ഒരു അതിനകത്തൊരു വരിയുണ്ട്, നിൻ മൗനം മാറ്റാൻ ഇതിൽ നിന്നൊരു ഗാനം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വരികളുണ്ട്. ഇതാണ് എൻ്റെ പ്രത്യേകത ആ പാട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പാട്ടാണ് ഈ രാജീവം വിടരും നിൻ വഴി എന്നുള്ള പാട്ട് ഇതുണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ള എല്ലാ പാട്ടുകളും ശരി, സായന്തനമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അഴകെ അമരത്തിലെ അഴകെ ഇഷ്ടം, അങ്ങനെയൊക്കെ എല്ലാം ഒരുപാട് പാട്ടുകൾ. ഇതിൽ പറഞ്ഞ പോലെ മാഷ് പാടിയിട്ട് മാഷ് ക്രിയേറ്റ് ചെയ്ത പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ പാടിയത് ഇത്രയും പാട്ടുകളേ ഉള്ളൂ. അപ്പം എനിക്ക് ദേവസഭാതലം ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ശ്രുതി അമ്മാലയമച്ചൻ, അങ്ങനെ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുള്ളൂ. അപ്പോൾ മാമിന് തോന്നിയിട്ടുണ്ടോ, എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ കുറച്ചുകൂടെ പാടൂ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാരണം ഈ പണ്ട് ചാൻസ് അന്വേഷിച്ചിരുന്ന മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് പിന്നെ മാഷ് ചെയ്യാൻ തുടങ്ങിയ ഒരു മാഷൊരു ഇതിൽ എത്തിക്കഴിഞ്ഞപ്പം മാഷിന് തീരുമാനിക്കായിരുന്നു ഞാനൊരു പാട്ട് പാടും എന്ന് വെച്ചാൽ ഒരു ഡയറക്ടർത്തിനും നോ പറയില്ല. കാരണം കൂടുതൽ ട്രാക്ക് ദാസേട്ടന് പാടാൻ ചിലപ്പോഴൊക്കെ ട്രാക്ക് മാഷാണ് പാടുന്നത്. പക്ഷെ മാഷ് പാടുമ്പോൾ അത്രത്തോളം ദാസേട്ടന് എളുപ്പമാകും അത് പാടാനായിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാമൊന്നും അല്ല, ചില പാട്ടുകളൊക്കെ ശരി മാഷാണ് പാടി വെക്കുന്നത്. പക്ഷെ മാഷ് പറയുന്ന ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഞാൻ പാട്ട് പാടാൻ വേണ്ടി വന്നതാണ്, കുറേ അലഞ്ഞതാണ്. അന്ന് മാഷ് കുറച്ച് പാട്ടുകൾ കുറേ കോമഡി പാട്ടുകൾ പാടിയിട്ടുണ്ട്. മനസ്സ് എന്നൊരു പടത്തിനകത്ത് അടുത്തല്ലോട്ടരി നറുക്കുമല്ലത് നമുക്ക് വീണെങ്കിൽ കരിമ്പിൻ കാല കള്ള് ഷാപ്പ് വിലക്കെടുത്തേനെ, കോമഡി പാട്ടാണ്. അന്ന് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയമാണ്. ചേട്ടൻ്റെ കല്യാണം കഴിച്ചിട്ടില്ല, കഴിക്കാൻ തന്നെ തൊട്ടു. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ പാടും, എന്തായാലും നല്ല ആടിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, ലോട്ടറി അടിച്ച ഉടനെ കരിമ്പങ്കാല കള്ള് ഷാപ്പ് വിലക്കെടുക്കുന്ന പാടുന്നത്. അതൊന്നും നമുക്കറിയില്ല, ഈ പാട്ടുകളൊക്കെ വേറെ ആരും എഴുതി കൊടുത്ത് പാടുമെന്ന് അറിയില്ലല്ലോ, സ്വയാണെന്നുള്ള വെച്ചിട്ട് നമ്മൾ പറയും കളി എന്നാലും പഠിക്കുന്നത് നല്ല എന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. വേറൊരു പേര് നല്ലൊരു പാട്ട് പാടുന്ന പ്രയാണം എന്ന് ഭരതന്റെ പടത്തിനകത്ത് അന്ന് പാടിയത് കൊണ്ട് പൂജയും മന്ത്രവും കുത്തകയാക്കിയ പൂണൂക്കാരെ വഴിമാറൂ, ഒരു വിപ്ലവ സോങ് പോലെ നല്ലൊരു അങ്ങനെ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലേഡീസ് ഹോസ്റ്റലിൽ വേറെ അടൂർ പാസിക്ക് വേണ്ടിയിട്ട് ശരി അങ്ങനെ കുറേ പാട്ട് പാടി. പക്ഷെ ഏട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പാട്ടുകാരന് സക്സസ് ആയിരുന്നില്ല, എവിടെയോ എനിക്ക് എന്തോ ഒരു കുറവ് വന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ സക്സസ് ആകാഞ്ഞത്. എന്നെ ദൈവം മറ്റൊരു തൊഴിൽ ഏൽപ്പിച്ചു, മ്യൂസിക് ഡയറക്ഷൻ. കിട്ടിയ തൊഴിൽ ഭംഗിയായിട്ട് ചെയ്യുക, അതായിരുന്നു ആളിൻ്റെ എന്ന് വെച്ചിട്ട്. എനിക്ക് തന്ന ജോലി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാം, പാടാൻ വേറെ ആളുണ്ടല്ലോ അവർ പാടിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു ഇത്. ദേവസ്വാലം പാടിയ സന്ദർഭവശാലും പാടിയതാണ്. കൈതപ്രം തിരുമേനി ഒന്നും അല്ല, പിന്നെ MG ശ്രീകുട്ടനാണ് പാടിയിരിക്കുന്ന പാട്ട്. ശരിക്കും പാടിയ ശ്രീകുട്ടനാണ് പാടിയിരിക്കുന്നത്. അപ്പൊ ശ്രീകുട്ടന് ദാസേട്ടൻ അതൊരു മത്സരമാണല്ലോ, മോഹൻലാലും കൈതപ്രമായിട്ടുള്ള ഒരു. അപ്പൊ ശ്രീകുട്ടൻ പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് പാടി.
വളരെ സുന്ദരമായിട്ട് പാടിയത്. പക്ഷെ എന്താ പറ്റിയ കഥാപാത്രത്തിന് അങ്ങോട്ട് യോജിക്കുന്നില്ല. കഥാപാത്രം എന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു ധിക്കാരിയായ സംഗീതജ്ഞനാണ്, വെല്ലുവിളിക്കുന്ന ഒരു ഇതാണ് വന്നിട്ട്. അപ്പൊ ഒരു ഗർവ് ഉണ്ടാവണം ആ ശബ്ദത്തില്. ദാസേട്ടൻ നല്ല ഹീറോ ആണല്ലോ, ഹീറോയ്ക്ക് വേണ്ടി മോഹൻലാലിന് വേണ്ടി പാടുകയാണ്. മറ്റേത് എഗൻസ്റ്റ് നിൽക്കുന്ന ഒരാളാണ് സംഗീതജ്ഞൻ. പക്ഷെ ഗർവ്, അഹങ്കാരം തലയ്ക്ക് മത്ത് പിടിച്ചിരിക്കുന്ന, എന്നെ പോലെ സംഗീതം വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു. പ്രായമുണ്ട്. അപ്പൊ ഗർവ് വരണം പാട്ടിനകത്ത്, അഹങ്കാരം വരണം. അപ്പൊ അപ്പൊ മോഹൻലാലാണ് പറഞ്ഞത്, രവിയേട്ടായത് രവിയേട്ടനെ പാടാൻ പറ്റുള്ളൂ, ഈ ധിക്കാരൻ രവിയേട്ടനെ വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ കാരണം രവിയേട്ടന് ധിക്കാരി എന്നൊരു പേരുണ്ട് ഫീൽഡില്. അങ്ങനെ കോംപ്രമൈസ് ചെയ്തില്ല സംഗീതത്തിനകത്ത് ഒരിത്തരും കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ ഉണ്ട് അങ്ങനത്തെ ഒരു പേര്, ധിക്കാരി എന്ന് പറയും. ശരി, ആളൊരു ധിക്കാരിയാണെന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് ലാലു പറഞ്ഞത്, ആ ധിക്കാരൻ രവിയേട്ടനെ വരുള്ളൂ. അങ്ങനെയാണ് ആ പാട്ട് പാടാനുള്ള സന്ദർഭം ഉണ്ടായി. പിന്നെ മാഷത് പാടിയത് CD-യിലൊക്കെ എല്ലാം മോഹൻകുട്ടന്റെ പേരാണ് മാഷിന്റെ. പക്ഷെ പാടിയിരിക്കുന്ന മാഷാണ്, കൈതപ്പത്തിന് ഡബ് ചെയ്തിരിക്കുന്നത് മാഷാണ്, ശബ്ദം കൊടുത്തിരിക്കുന്നത് മാഷാണ്. ദാസേട്ടനും രവിയേട്ടനും ഒരു കോമ്പറ്റീഷനാണ്. അതെന്താന്ന് വെച്ചാല് ദാസേട്ടന്റെ മാക്സിമം കൊണ്ടുവരാനായിട്ട് രവിയേട്ടൻ ശ്രമിക്കും. രവിയേട്ടൻ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കമ്പോസ് ചെയ്ത് വെച്ചാലും അതിനൊക്കെ ഒരുപാട് മേലെ ദാസേട്ടൻ പാടും. ഇവർ നിങ്ങളൊരു ആരോഗ്യമായിട്ടൊരു ഇതായിരുന്നു. അത് എല്ലാം നന്നായി, കാരണം അതുകൊണ്ട് കുറേ നല്ല പാട്ടുകൾ കിട്ടി. അപ്പൊ ഇത് കേൾക്കുന്നവർ പലരും ഇത് പാടാൻ പറ്റില്ലായിരിക്കും എന്ന് തോന്നും. പക്ഷെ ദാസേട്ടൻ ഇഷ്ടം പോലെ അത് പാടിയിട്ട് പോകും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ വടക്കുന്നാഥൻ പടത്തിന്റെ പാട്ടെടുത്തിട്ട് ഞങ്ങൾ അന്ന് ഞാൻ പറഞ്ഞ കലൂര് താമസിക്കുകയാണ്. വലിയൊരു മ്യൂസിക് സെറ്റ് ഉണ്ട്. അപ്പൊ ഈ പാട്ട് കൊണ്ടുണ്ട് എപ്പോഴും ഇങ്ങനെ ഹൈ വോളിയത്തിൽ രവിയേട്ടൻ വീട്ടിലിടും. ഇങ്ങനെട്ടുണ്ട്. അപ്പൊ ആര് വന്നാലും ശരി പാട്ടിട്ട് കേൾപ്പിച്ചിട്ട് പറയും വടക്കുന്നാഥൻ പാട്ടാ. ഇതിലെ ഒരു ചെറുപ്പക്കാരൻ പാടിയിട്ടുണ്ട്, ചെറിയ പ്രായക്കാരനാണ് ചെറുപ്പം, ഒന്ന് കേട്ട് നോക്കുമെന്ന് പറയും. ഒരു കിളിപ്പാട്ട് മോള് മോന്നുള്ള പാട്ടും. അത് ദാസേട്ടന് 66 വയസ്സാണ്. അതിനെ പറയുന്നു ചെറുപ്പക്കാരൻ പാടി പാട്ട് ഒന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്രയും പ്രായമുള്ള ആൾ പാടിയാണെന്ന് വെച്ചിട്ട്? അങ്ങനെ ഈ ദാസേട്ടനെ ഇങ്ങനെ കൊണ്ടുവരാൻ ഭയങ്കര ഉത്സാഹമാണ്. ദാസേട്ടനെ ഈ ചിലപ്പോഴൊക്കെ നമ്മുടെ സിനിമ കൊണ്ട് പലപ്പോഴും സംസാരം, ദാസേട്ടനെ പണ്ടത്തെ പോലെ ഒന്നും പാടാൻ പറ്റുന്നില്ല, ഇപ്പൊ അങ്ങോട്ട് ശബ്ദം ഇതൊക്കെ വരും, അങ്ങനെ ഒന്ന് കേട്ടാൽ മതി. പിന്നെ രവിയേട്ടന് ഭയങ്കര പ്രശ്നമാണ്. അതേ പടത്തിൽ തന്നെയല്ലേ ഇന്നും എല്ലാവരും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സമയം ഒരു ചലഞ്ചാണ്. പറ്റില്ല, രവിയേട്ടനെ പ്രൂവ് ചെയ്യാനല്ല, ദാസേട്ടനെ പ്രൂവ് ചെയ്യാനായിട്ടാണ്. ദാസേട്ടനെ അതിനെ മേലെ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി ഉടനെ ഒരു പാട്ട് ചെയ്യും, എന്നിട്ട് അതേകൊണ്ട് പാടിപ്പിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പ്രമഥവനം പാടിയിട്ട് ഇതാണ് എൻ്റെ രണ്ടാം വരവിന് കാരണമായതെന്ന്. ആ ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു? കാരണം രവീന്ദ്രൻ എന്നുള്ള പേരിനൊപ്പം യേശുദാസ് എന്ന് ചേർത്ത് വായിക്കപ്പെടുന്നു. ഒരു കാലഘട്ടം മുഴുവൻ അങ്ങനെയാ പോയിട്ടുള്ളത്. സാധ്യതനാൾ മ്യൂസിക് കോളേജിലാണ് ദാസേട്ടൻ പഠിച്ചത്, രവിയേട്ടൻ പഠിച്ചത്. ഒരു 3 വർഷത്തെ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണ്. പക്ഷെ മദ്രാസിൽ വന്നതിന് ശേഷമാണ് രവിയേട്ടൻ, ദാസേട്ടൻ നേരത്തെ വന്ന് പാട്ടുകാരനായി എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷമാണ് രവിയേട്ടൻ വരുന്നത് തന്നെ. അപ്പോൾ രവിയേട്ടന് അന്ന് പറഞ്ഞല്ലോ അധികം ചാൻസ് ഒന്നുമില്ല, കോറസ് ഒക്കെ പാടാൻ ഇടയ്ക്ക് പാടും. അപ്പോൾ ദാസേട്ടൻ്റെ കോറസ് പാടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും. അങ്ങനെയാണ് ഇവർ പരിചയമായത്. അങ്ങനെ പരിചയം അറിയില്ല, ഇവർ തങ്ങൾ വലിയ അടുപ്പമായി. സാധാരണ കോറസ് സിംഗേഴ്സിനെയൊക്കെ മാറ്റി നിർത്തുക പതിവ്. ഈ തമിഴ്നാട്ടിൽ നിന്നല്ല, സിനിമാ ഫീൽഡിൽ പൊതുവേ ഉള്ളൊരിതാണ്, അവർ വേറൊരു കാറ്റഗറിയാണ് ഈ കോറസ് സിംഗേഴ്സ്. അവരോട് മ്യൂസിക്കായിട്ട് സ്ട്രെയിറ്റ് കണക്ഷനേ ഇല്ല. അങ്ങനെയാണ് അവർ അസിസ്റ്റൻ്റ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, ഈ രവിയേട്ടനും ദാസേട്ടനും തമ്മിൽ അങ്ങനെയാണ് പരിചയം തുടങ്ങിയത്. പിന്നെ അതങ്ങനെ വളർന്നു. അതിനുശേഷം പിന്നെ വന്നത് ഈ മാഷിന് റെക്കമെൻഡ് ചെയ്ത് ചൂളപ്പാട്ട് വെച്ചാൽ പാട്ടുകാരനൊന്നും പറ്റാതെ. പിന്നെ കുറേ നാൾ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു മാഷ്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഇരട്ട കുട്ടികളാണ്, 2 മക്കള്. അതിനുശേഷം പിന്നെ ഒരു കുട്ടി കാണിച്ചാൽ അപ്പം പ്രാരബ്ധം കൂടുതലായി, വരുമാനം കുറവായി. അപ്പോഴാണ് ഡബ്ബിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഡബ്ബിങ്ങും കുറഞ്ഞു. പഴയൊരു നടനുണ്ടല്ലോ രവികുമാർ എന്ന് പറഞ്ഞാൽ, മൊത്തം ഡബ്ബിങ് മാഷായിരുന്നു. ഡബ്ബിങ് കുറഞ്ഞു. പിന്നെ ഇനി ജീവിക്കാനുള്ള മാർഗ്ഗം അറിയാമേതാണ് ദാസേട്ടൻ്റെ ഒക്കെ പോയത്. ദാസേട്ടൻ്റെ ഒക്കെ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന അറിയില്ല, വരുമാനത്തിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ എല്ലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞ നല്ല തമാശ രൂപയാണ് പറഞ്ഞത്, ദാസേട്ടാ ഇനി 2 കാറ് വാങ്ങിക്കണം. ദാസേട്ടൻ പറഞ്ഞു, അരി വാങ്ങിക്കാൻ വഴിയുള്ള സമയത്ത് 2 കാർ, ഒന്നുമല്ല 2 കാറും തന്നെ എനിക്ക് പറഞ്ഞു. അല്ല ദാസേട്ടാ, എനിക്ക് ഓടിക്കാനല്ല, ഇത് വാടകയ്ക്ക് വിട്ടിട്ട് വരുമാനത്തിന് വേണ്ടിയിട്ടാണ്, കുടുംബം പോയിട്ടുള്ള വരുമാനത്തിന് വേണ്ടിയാണ്. അന്നൊക്കെ ഈ റെന്റ് അങ്ങനത്തെ കാറല്ലേ ഉള്ളൂ. അങ്ങനെ അപ്പോഴാണ് ദാസേട്ടൻ പറഞ്ഞത്, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, ഇതൊന്നും ശരി നടക്കില്ല, എന്തുകൊണ്ട് നിനക്ക് മ്യൂസിക് ചെയ്തുകൂടാ? അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു, പാട്ടിന് ചാൻസ് തരുന്നില്ല ആരും, ഒരു പാട്ട് പാടാൻ, പിന്നെയാണ് മ്യൂസിക് ഡയറക്ഷന് ചാൻസ് തരാൻ പോകുന്നത്. തന്നാൽ ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും. അങ്ങനെ ഒരു സംസാരത്തിലൂടെയാണ് ആദ്യത്തെ പടം ഉരുത്തിരിഞ്ഞത്. അപ്പം അന്ന് തൊട്ട് ആദ്യം ഉണ്ടായിരുന്ന ബന്ധത്തിൽ കൂടുതൽ വളർന്ന് സ്ട്രോങ് ആയി. ഒരു മാനസികമായിട്ട് അടുപ്പം, ഒരു ജീവിത മാർഗം കാണിച്ചു കൊടുത്ത ആളാണ്.
അതുപോലെ തന്നെയാണ് ആ വേദിയിലുണ്ടായിരുന്ന ഒരാളാണ് കൈതപ്രം തിരുമേനി. തിരുമേനിയായിട്ടും ചേർന്ന് ഒരുപാട് പാട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ തിരുമേനി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് എപ്പോഴും രവീന്ദ്ര മാഷിന്റെ ഒരു സ്നേഹ കൂടുതൽ കൊണ്ടാണ്. എന്നാൽ ഞങ്ങളെ തെറ്റിക്കാൻ ശ്രമിച്ച ആളുകളും ഉണ്ട് എന്നുള്ളത്. അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം, ഈ പിണക്കങ്ങളൊക്കെ എങ്ങനെയാണ്? അല്ല, അതുണ്ടാകും. ചെറിയ കാര്യം മതി മാഷിന് പിണങ്ങാൻ, പക്ഷെ അതുപോലെ ഇണങ്ങും ചെയ്യും. കൈതപ്പുത്രനായിട്ടും പിന്നെ നമ്മുടെ ഗിരീഷുമായിട്ടും ഒക്കെ പിണങ്ങിയിട്ടുണ്ട്. പിണങ്ങുകയും ചെയ്യും, ശരി ഇണങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ശരി കൊണ്ടുവരണം. കൈതപ്പുറമായിട്ടും ശരി ഒരു ചെറിയ നിസ്സാര സംഭവത്തിന് വേണ്ടിയിട്ടാണ് ശരി പിണങ്ങി. നമ്മുടെ മഴയത്ത് മുമ്പേ പടം നടക്കുന്ന സമയത്താണ്. മഴയത്ത് മുമ്പേ അതിന് മുമ്പാണ് ചെറിയൊരു പിണക്കുണ്ട്. അപ്പം കമലിന് മഴയത്ത് മുമ്പ് കമലാണല്ലോ, രവിയേട്ടൻ വേണം, കൈതപ്പുറം വേണം. പക്ഷേ ഇവർ തങ്ങൾ കാണൂല. രവിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് കൈതപ്പുറം ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞു. എൻ്റെ മുന്നിൽ വന്നു പോരുന്നുള്ളതാണ് എന്ത് ചെറിയൊരു ഇത് കാരണം കൊണ്ട് ഉണ്ട്. പക്ഷെ കമലിന് 2 പേരും വേണം. മദ്രാസിൽ വുഡ് ഡാൻസ് ഹോട്ടലിൽ കൈതപ്പുറം ഇരിക്കുന്നു, വീട്ടിൽ കമ്പോസ് നടക്കുന്നു. ഈ മുരളി അതിൻ്റെ പ്രൊഡ്യൂസറും കമലും എല്ലാവരും വീട്ടിലുണ്ട് വന്നിട്ട്. പക്ഷെ ലിറിക് റൈറ്റർ മാത്രം അവിടെയാണ്. രവിയേട്ടൻ പറഞ്ഞ് കാണാൻ പറ്റില്ല എന്നും അവിടെ ഇരുന്ന് എഴുതി കൊടുത്തേക്കും. അങ്ങോട്ട് കൊടുത്ത് ഇത് ചെയ്യും. അങ്ങനെ എങ്ങനെയായിരുന്നു ഇവർ തങ്ങളിലുള്ള ഒരു ഇത് വന്നിട്ട് കംപ്ലീറ്റ് അങ്ങനെ വന്നു. പിന്നെ ഫോണിൽ കൂടെ ഇപ്പം എത്രയും ശരിയെന്നില്ല. അപ്പം ഈ കേട്ടില്ല ഏതോ നിദ്ര തന്നെയുള്ള പാട്ടൊക്കെ അതിനകത്ത് വന്ന പാട്ടൊക്കെ ഇങ്ങനെ ചെയ്ത പാട്ടാണ്. അവർ നമ്മൾ മ്യൂസിക് അതെ ആ പാട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ തങ്ങൾ കാണാതെ ചെയ്ത പാട്ട്. അപ്പൊ അവർ നമ്മളൊരു മാനസിക ഐക്യം നോക്കണേ. അപ്പൊ അത് കൈതപ്പുറം എല്ലായിടും പറയും ശരിയും, ഞങ്ങൾ കാണുമൊന്നും വേണ്ട, പക്ഷെ രവിയേട്ടൻ എന്താ വേണ്ടെന്ന് എനിക്കറിയാം, എന്താണ് തരുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ രവീന്ദ്ര മാഷ് പറഞ്ഞിട്ടുള്ളതാണ് ലിറിക്സ് എഴുതിയതിനു ശേഷം സംഗീതം ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ലിറിസിസ്റ്റിനും ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു. പല മ്യൂസിക് ഡയറക്ടേഴ്സും എന്റെ സംഗീതത്തിന് പാട്ട് എഴുതിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നിടത്താണ് അങ്ങനെ ഒരു ചിന്ത പുള്ളിക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇത് വാസ്തവമാണ്. ഒരു കവിക്ക് സ്വാതന്ത്ര്യം, ഒരു എഴുത്തുകാരന് ഒരു സ്വാതന്ത്ര്യം. അപ്പം വരികൾക്ക് ഒരു ഇതും വരില്ല. അവരവരുടേതായിട്ടുള്ള ഇതിൽ അങ്ങനെ ഫ്ലോയിൽ എഴുതും. പക്ഷെ ട്യൂൺ കൊടുക്കുമ്പം അതിനകത്ത് നിൽക്കണ്ടേ. നമ്മൾ കാലം മുറിക്കുന്ന മാതിരി ആയിപ്പോലെ, ചെരുപ്പിനനുസരിച്ച് കാലം മുറിക്കുന്ന മാതിരി ഒരു ഇതാണ് വന്നിട്ട്. പക്ഷെ രവീന്ദ്ര മാഷിനെ പറ്റി അങ്ങനെ ഒരു 2 വ്യത്യാസം അറിയില്ല നമുക്ക്. കുറേയധികം പാട്ടുകളും അങ്ങനെ ട്യൂണിട്ട് എഴുതിയതാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല ഭാഷാജ്ഞാനം ഉള്ളത് കൊണ്ടും അത് മനസ്സിലാകുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. ഈ ഭാഷയൊന്നും അറിയില്ലെങ്കിൽ ഇത് എവിടെ മുറിക്കണം, എവിടെ എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്ന് അറിയാതെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനത്തെ പ്രശ്നം വരും. ചിത്രാമ്മയെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ദാസേട്ടനോടുള്ള ഒരു താല്പര്യം ഇതൊക്കെ എല്ലാവരും പറയുന്നതിനൊപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഫീമെയിൽ സിംഗർ എന്നുള്ള രീതിയിൽ ചിത്രാമ്മയുടെ ശബ്ദത്തിനോടൊരു താല്പര്യം. തീർച്ചയായും ചിത്ര ശബ്ദത്തിനില്ല, അവൾ മികച്ച ഗായികയാണ്. അവളെ ബ്ലോട്ടിംഗ് പേപ്പർ എന്നാ പറയാ. ഒറ്റത്തവണ പറഞ്ഞ് അങ്ങനെ ഒപ്പിയെടുക്കുന്ന ഒരാളാണ് അവൾ. ബ്ലോട്ടിംഗ് പേപ്പർ ഇപ്പോഴല്ല, പണ്ടുവിട്ടേ. അതുകൊണ്ടാണ് അങ്ങനത്തെ എത്രയും ഫേമസ് ആകാൻ സാധിച്ചത് കൊണ്ടാണ്. പിന്നെ അവരുടെ പെരുമാറ്റം, അവരുടെ വിനയം കൊണ്ടൊക്കെ എല്ലാം അവൾ അങ്ങനെ ഇത്രയും നാൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഷ് അങ്ങനെ പറയുന്നത് വെച്ചാൽ അവൾ മറക്കില്ല. ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. അതങ്ങനെ കമ്പോസിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ ചില നേരത്തിൽ പാടാൻ പാട്ട് പല രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പം ഈ പല രീതിയിൽ പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ മാഷ് മറന്നുപോകും. ഇവളതെല്ലാം കറക്റ്റായിട്ട് വയ്ക്കും. എന്നിട്ട് അന്നേ പറയും ശരി. ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ടേപ്പ് റെക്കോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൾ അപ്പോഴത്തന്നെ പറയാം. അന്നേരത്തിൽ ഈ പാട്ട് പാടുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൻ്റെ ഒരു പൂർണ്ണമായ ലയം വേണം. അവിടെയാണ് നമുക്കൊരു സുഖവും ഒരു ഇതും കിട്ടുന്നത്. അവിടെ ചിത്രയുടെ മനസ്സിലെ. പക്ഷെ ആ ഒരു പാട്ട് പാടുന്ന സമയത്ത് ചിത്ര വാസ്തവത്തിൽ പാടാനുള്ളൊരു ഇതിലായിരുന്നില്ല. അവിടെ ചെറിയൊരു ആരോഗ്യ പ്രശ്നത്തിനുള്ള സമയത്തായിരുന്നു ആ പാട്ട് പാടുന്നത്. പക്ഷെ മാഷ് നിർബന്ധിച്ചു, ഈ പാട്ട് നീ അല്ലാതെ ആരും പാടാൻ പറ്റില്ല, അല്ലെങ്കിൽ പടം ചെയ്യുന്നില്ല, ഇത്രയും നല്ല മനോഹരമായ പടമാണ് അങ്ങനെ പറഞ്ഞു. പക്ഷെ അവൾക്ക് വിജയനോടൊക്കെ, അതായത് അവളുടെ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് അവൾക്ക് പാടാൻ ആകട്ടെ, ആരോഗ്യം ശരിയാകട്ടെ, എന്നിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ അവളുടെ മാനസികാവസ്ഥ അതാണ് ആ പാട്ടിൽ പ്രതിഫലിക്കുന്നത്. അവരുടെ മാനസികാവസ്ഥയാണ്. ആ സമയത്ത് അവരുടെ മനസ്സിൻ്റെ ലയമാണ് അവിടെ കണ്ടിരിക്കുന്നത്. അവള് പാട്ടിന് വേണ്ടി പാടിയതല്ല കൃഷ്ണ എന്ന്, ശരിക്കും വിളിച്ചതാ. ഞാൻ ചിത്രയോട് പറയണം, അതേപോലെ നിനക്കിനി ഒരിടത്തും പാടാൻ പറ്റില്ല, ഒരു സ്റ്റേജിലും പാടാൻ പറ്റില്ല. കാരണം അന്നത്തെ നിൻ്റെ മാനസികാവസ്ഥ അല്ല ഇന്ന് നിൻ്റെത്. അപ്പം നമ്മുടെ അത്രയും ലയം, അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നത്. ഇന്നും നമ്മൾ കണ്ടിട്ടില്ലേ പലയിടത്തും കുട്ടികൾ പാടിയിട്ടത് കരയുന്നതും. പലർക്കും ആർക്കും കരയായിരിക്കാൻ പറ്റില്ല, അത്രത്തോളം. അത് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു അതിൻ്റെ കമ്പോസിങ് നടന്നത്. വന്നിട്ടാണ് അത് ഈ മാഷ് ഞങ്ങളന്ന് തിരുവനന്തപുരത്ത് കുറച്ച് നാൾ താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മാഷിങ്ങനെ ഫോണിൽ കൂടെ എനിക്കിങ്ങനെ പാടി കേൾപ്പിച്ചു, ഇങ്ങനെ പാട്ട് ചിത്രപാടത്തിന് മുമ്പ്. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഇത് എന്താ ഈ പാട്ട്, തീർച്ചയായിട്ടും ശരി, ഇത് ആൾക്കാരെ കരയിക്കും.
എന്ന് അറിഞ്ഞിരിച്ചില്ല. അയ്യോ അത് പിന്നെ ചിത്രയുടെ വോയിസിൽ വന്ന പിന്നെ പറയണോ, പിന്നെ ഒരു വലിയൊരു മകളോടുള്ള വാത്സല്യമായിരുന്നു ചിത്രയോട് വന്നിട്ട്. ശരി മകളെന്നാ പറയാറ് ഇപ്പോഴൊക്കെ, എൻ്റെ മകള് പാടുത്ത് കണ്ടോ എന്നൊക്കെ പറയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു വാത്സല്യമായിരുന്നു ചിത്രയോട് എപ്പോഴും വന്നിട്ട്. അതെ അല്ലേ, കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ, കഴിവുണ്ടാകും നല്ലത്, പക്ഷെ അതിനൊപ്പം വിനയവും വേണം, നമ്മുടെ പെരുമാറ്റവും നന്നായിരുന്നു. അതെ അതെ. അപ്പോഴാണ് നമ്മൾ എന്നും മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കുക. രവീന്ദ്ര സംഗീതം പറഞ്ഞു തീരില്ല. അപ്പം നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.